friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കിണ്ണത്തപ്പമാണ്. അത് നമുക്ക് ലഞ്ചിന് ഉണ്ടാക്കുന്ന ചോറ് ബാക്കി വരുന്നത് വെച്ച് ഉണ്ടാക്കിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ അടിപൊളിയായിട്ടുള്ള റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായി ശർക്കര ഇവിടെ ഉരുക്കാൻ വെച്ചു. ആദ്യം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഒരു 2 ബൗൾ ശർക്കര, ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ ഉരുക്കാൻ വെച്ചു. ഇതിനെ നമുക്ക് ഉരുക്കി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ശർക്കര നന്നായി ഉരുക്കിയെടുത്തു. ഇനി നമുക്കതിനെ ഈ കല്ലും മണ്ണും ഒക്കെ കാണും, അതൊന്ന് മാറ്റിയെടുക്കണം, ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വെക്കുന്ന ചോറിൻ്റെ ബാക്കി വന്ന ചോറ് അത് നമുക്കെടുക്കാം. ഞാനിവിടെ ചമ്പ അരിയാണ് ഉപയോഗിക്കുന്നത്, ചമ്പ അരി ചോറാണ്. അപ്പം നിങ്ങൾക്ക് വൈറ്റ് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന ചോറിൻ്റെ ബാക്കി ഏതാണോ വരുന്നത് അതെടുക്കാം. അപ്പോൾ ഇവിടെ 2 കപ്പ്, ഈ കപ്പിൻ്റെ അളവിൽ 2 കപ്പ്. ഇനി ഞാനിതിൽ തേങ്ങാപ്പാൽ ചേർത്താണ് ഇത് അരയ്ക്കാൻ പോകുന്നത്. ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഞാൻ എളുപ്പത്തിൽ തേങ്ങ ചിരണ്ടുന്ന ആ മെത്തേഡ് ഞാൻ എൻ്റെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണുക, ഞാൻ ലിങ്ക് കൊടുക്കാം. അത് വളരെ എളുപ്പത്തിൽ തേങ്ങ ചിരകാനും പാലെടുക്കാനും ഒക്കെ സാധിക്കും ആ രീതിക്ക് ചെയ്താൽ. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് അരച്ചെടുക്കും. അപ്പോൾ നമ്മളിവിടെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഈ ചോറ് അരച്ചെടുത്തത്. അപ്പോൾ കുറച്ചൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് പാല് കൂടെ ഒഴിച്ച് അരച്ചെടുത്തു. അത് ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയ ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പിലൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. ഇതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് കട്ടകളില്ലാതെ യോജിപ്പിച്ച് എടുക്കണം. രണ്ട് പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും. നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നമ്മളൊരു വുഡൻ സ്പൂൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഈ സ്പൂണിൽ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി, പത്തിരിപ്പൊടി, പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ പൊടി. അതിനെ നമുക്ക് ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെ ഒന്ന് കലക്കിയെടുക്കാം. ഞാൻ ഒരു ചെറിയ തേങ്ങ കൊണ്ടാണ് പാലുണ്ടാക്കിയത്. അത് ആദ്യം അരയ്ക്കാനും ഉപയോഗിച്ചു. ഇപ്പോൾ ഇത് നമുക്ക് കുഴച്ചെടുക്കാനും അതേപോലെ തന്നെ ഉപയോഗിച്ചു. നന്നായി ഒന്ന് കട്ടകളില്ലാതെ അരിയിച്ചെടുക്കാം.
അരിപ്പൊടി കലക്കി വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പ് പാലും വെള്ളവും കൂടെ അവസാനം കുറച്ച് വെള്ളം കൂടെ ചേർക്കേണ്ടി വന്നു. ബാക്കി നല്ല കട്ടിപ്പാലാണ് എടുത്തത്. ഇനി നമുക്കിത് കൈവിടാതെ ഇളക്കണം. കാരണം അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇതിന് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം നമുക്ക് കട്ട കെട്ടാതെ ഇളക്കി എടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ചെറുതായി തിള വന്ന് തുടങ്ങി. ഇപ്പം നെയ്യിന് പകരം നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം. പക്ഷെ നെയ്യാവുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കാണും. അതുപോലെ ഞാൻ തേങ്ങാപ്പാൽ കൂടുതലെടുത്ത് ഒരു തേങ്ങ പിഴിഞ്ഞുള്ള പാൽ മുഴുവനും ചേർത്തു. അത് നമുക്കൊരു നല്ല ഒരു ടേസ്റ്റ് കൊടുക്കും. ഈ ഒന്നുകൂടെ കുറച്ച് കൊടുക്കാം. പെട്ടെന്ന് കുറുക്കിയെടുക്കാതെ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ കുറുക്കിയെടുക്കണം. ഇടയ്ക്ക് നമുക്ക് വീണ്ടും നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് നമുക്ക് ചെയ്യാൻ കുറച്ച് സൗകര്യമായിരിക്കും. മറ്റു പാത്രങ്ങളാണെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. നോൺ സ്റ്റിക്ക് പാത്രം ആകുമ്പോൾ അത്രയ്ക്ക് അങ്ങനെ അടുക്കി പിടിക്കില്ല. അപ്പോൾ അതിൽ നമ്മൾ ഉടൻ സ്പൂൺ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. തിളച്ചു തുടങ്ങി. ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ്. ഇപ്പോൾ ഞാൻ ഇതുവരെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കും. ഇനിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി കുറുകി ഒരു ഹൽവയുടെ പരുവം എത്തുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ചെയ്യാം. ഇപ്പോൾ ഈ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഏലക്ക, ഒരു 5 ഏലക്കായ പൊടിച്ചത്, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഞാനൊന്ന് നെയ്യിൽ വറുത്തെടുത്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ അടിഭാഗം കാണുന്ന ആ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ എടുക്കുമ്പോൾ
ഒഴിക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ ഒരു കുക്കറിൻ്റെ ഒരു തട്ടാണ്. അതിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മസും ഇട്ട് കൊടുത്തു. വെറുതെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ നെയ്യൊന്ന് തടവിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ മതി. നമ്മളിതിൽ തയ്യാറാക്കിയത് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ടുപോരുന്ന മുഴുവൻ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. മുഴുവനും ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ കിണ്ണത്തപ്പം ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഒരല്പം ഒരു 1-2 ഡ്രോപ്പ് നെയ്യ് കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ സ്മൂത്തായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. തണുത്തതിന് ശേഷം നോക്കാം.